السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിശുദ്ധ ഗ്രന്ഥമായിരുന്നു ഇൻജീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം. സൂറത്തുൽ മാഇദയിലെ 46-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, വആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദം വനൂർ. ഈസാക്ക് നാം നൽകുകയുണ്ടായി അൽ ഇൻജീല, ഇൻജീൽ നൽകുകയുണ്ടായി. ഫീഹി, അതിലുണ്ട്, ഹുദൻ, സന്മാർഗദർശനമുണ്ട്, വനൂറുൻ, സത്യപ്രകാശവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീലിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും അവർ വളരെ കൃത്യമായി വിശ്വസിക്കുന്നവരാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെ മുഴുവനും. മൂസാ അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ടതുപോലെ, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ നൽകപ്പെട്ടതുപോലെ, അതുപോലെ തന്നെ മറ്റുള്ള പല പ്രവാചകന്മാർക്കും സുഹഫുകൾ അഥവാ ഏടുകൾ നൽകപ്പെട്ടതുപോലെ, മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ ഗ്രന്ഥമാണ് ഇൻജീൽ. ആ ഇൻജീലിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട് എന്നത്. എന്നാൽ അല്ലാഹു അവതരിപ്പിച്ച ആ ഗ്രന്ഥം ഇന്ന് നിലവിലില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന ചില അടിസ്ഥാന കാര്യങ്ങളാണ്. മാത്രമല്ല, ഇന്ന് ഇൻജീലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അതല്ലെങ്കിൽ ബൈബിൾ എന്ന് പറഞ്ഞു നടക്കുന്ന, പുതിയ നിയമമെന്നോ പഴയ നിയമമെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിയമങ്ങളൊന്നും തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് പോലെ അത് തികച്ചും 100% ദൈവീകമായി അവതീർണമായ ഒരു ഗ്രന്ഥമാണെന്ന് അവർക്ക് പോലും വാദമില്ല. മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണെന്നോ എഴുതിയതാണെന്നോ വാദമില്ല. അവരുടെ കൈകളിലുള്ള ബൈബിള് അത് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്, അതിൽ മുഴുവനുമുള്ള കാര്യങ്ങളൊന്നോ അദ്ദേഹത്തിന്റെ കൈപ്പടയാൽ അദ്ദേഹം രചിച്ചതാണെന്നോ പോലും വാദം അവർക്കില്ല. മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ കൈകളിലുള്ള പുസ്തകങ്ങൾ എന്ന് പോലും ക്രൈസ്തവ ലോകത്തിന് വാദിക്കാനായിട്ടില്ല, വാദവുമില്ല. മറിച്ച് അവരെല്ലാം പറയുന്നത് എന്താണ്? മുസ്ലിം ലോക പണ്ഡിതന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി, അന്നഹാ അർബഅത്തു തവാരീഖ്, അത് 4 ചരിത്ര പുസ്തകങ്ങളാണ്.
അല്ലഫഹ അർബഅതു റിജാലിൻ മഅറൂഫൂന ഫി അസ്മാനിൻ മുഖ്തലിഫ. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചുപോയ ചില ആളുകളുടെ കരങ്ങളാൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളാണതൊക്കെ. അതിന് ദൈവീകമായ യാതൊരു പരിവേഷവും ഇല്ല. മാത്രമല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ നസാറാക്കൾക്ക് ഒരു ഖണ്ഡനം എഴുതിയ ബൃഹത്തായ 2 വാള്യങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അൽ ജവാബു സ്വഹീഹ് ലിമൻ ബദ്ദല ദീനൽ മസീഹ് എന്നാണ് ആ തടിച്ച 2 വാള്യങ്ങളുള്ള പുസ്തകത്തിന്റെ പേര്. അൽ ജവാബു സ്വഹീഹ്, വളരെ കൃത്യമായ മറുപടി. ലിമൻ ബദ്ദല ദീനൽ മസീഹ്, മസീഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയ ആശയങ്ങളെ മുഴുവനും മാറ്റിമറിച്ച് വികൃതമാക്കിയ ക്രൈസ്തവ ലോകത്തിനുള്ള മറുപടി എന്ന പേരിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, വഅമ്മൽ അനാജീലു ലത്തി ബിഐദി നസാറ ഫഹിയ 4 അനാജീൽ. നസാറാക്കളുടെ കൈകളിൽ എന്ന നിലവിലുള്ള ഇഞ്ചീലുകൾ എന്ന് പറയപ്പെടുന്നവ 4 എണ്ണമാണ്. ഇഞ്ചീലു മത്താവ ലൂക്ക വ മാർക്കസ് വ യോഹന്ന. മത്തായി എഴുതിയ സുവിശേഷം, ലൂക്കോസ്, മാർക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നൊക്കെ പറയപ്പെടുന്ന അത്തരത്തിലുള്ള കൃതികൾ, പുസ്തകങ്ങൾ. വഹും മുത്തഫിഖൂന, അവര് തന്നെയും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടവരാണ് ഈ പറയുന്ന ആളുകളൊന്നും തന്നെ മസീഹിനെ കണ്ടിട്ടില്ലെന്ന്. ഇവരാരും കണ്ടവര് പോലുമല്ല. പലരും ആ കാലഘട്ടത്തിൽ ജീവിച്ചവരോ കണ്ടവരോ അല്ല. പിന്നെയോ അതൊക്കെ പിൽക്കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണെന്നും അവയിൽ പറഞ്ഞത് മുഴുവനും അള്ളാഹുവിന്റെ കലാമാണെന്ന് അവർക്ക് തന്നെയും വാദമില്ലെന്നും അവർ ചില കാര്യങ്ങൾ കേട്ടത് അവരങ്ങനെ പലരും എഴുതി വെച്ചു എന്നുള്ളതുമൊക്കെയാണ് വസ്തുത എന്ന് വളരെ കൃത്യമായി അവയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് വിശദമായി അതിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയുണ്ടായി. പണ്ഡിതലോകം അവരുടെ കൈകളിലുള്ള ഈ സുവിശേഷങ്ങളെ സംബന്ധിച്ച് അപഗ്രഥനം നടത്തിയതിന്റെ ശേഷം താഴെ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഖുർആൻ പോലെ ഇഞ്ചീൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം, അതിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള കിതാബാണ് ഇപ്പം അവർ കൊണ്ടു നടക്കുന്ന ബൈബിള് എന്ന് ആരും ധരിച്ചു പോകരുത്. അതിനാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയെ അല്ലാതെ ആ രൂപത്തിലുള്ള ഒരു പവിത്രതയും അതിനില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായി ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ദൈവീകമായ ആ ഗ്രന്ഥം അത് മുസ്ലിം ലോകത്ത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എന്നും നിലനിൽക്കുകയാണ്. ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലോ, ഹദീസുകളിൽ ശരിയും തെറ്റും നിർണയിക്കാൻ പോലും മുസ്ലിം ലോക പണ്ഡിതന്മാർ കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആരാണ് കേട്ടത്, അയാളിൽ നിന്ന് ആര് കേട്ടു എന്നിങ്ങനെ പ്രവാചകനോളം എത്തുന്ന കൃത്യമായ പരമ്പരയും സനദുമുള്ളവ മാത്രമാണ് മുസ്ലിം ലോകത്ത് സ്വീകരിക്കപ്പെടുന്നത്. എന്നാൽ ആ വക രൂപത്തിലുള്ള ഒരു കണിശതയും ഈ പുസ്തകങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ല. ഇവരുടെ കൈകളിലുള്ള ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് അവയൊന്നും തന്നെ അവകാശപ്പെടാനില്ല. അവര് സനദില്ല, ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്താ കേട്ടത്, അതുവരെ എത്തുന്ന കൃത്യമായ പരമ്പരയുണ്ടോ? അതൊന്നുമില്ല. അതാ ഇസ്ലാം ദീനിന്റെ പ്രത്യേകത. ഇസ്ലാമിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ, ആചരിക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ അതിന് സനദ് വേണമെന്നാണ്. അൽ-ഇസ്നാദു മിനദ്ദീൻ എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. സനദ്, പരമ്പര, അത് ഇസ്ലാമിൽപ്പെട്ടതാണ്, ദീനിൽപ്പെട്ടതാണ്. പരമ്പരയുടെ കണിശത നിശ്ചയിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഓരോരുത്തരും അവരുദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു പറയും. അപ്പൊ അതൊക്കെ ലോകം സ്വീകരിക്കേണ്ടി വരും. അതിനാണ് പണ്ഡിത ലോകം കണിശമായി ചില നിയമങ്ങൾ വെച്ചത്. സനദ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കണമെങ്കിൽ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ആരെങ്കിലും പിൽക്കാലത്താണ് പറഞ്ഞാ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ആൾ ആരാണ്, ആ വ്യക്തിയിൽ നിന്ന് കേട്ട വ്യക്തിത്വം ആരാണ്, അദ്ദേഹത്തിൽ നിന്ന് കേട്ട വ്യക്തി ആരാണ് എന്നിങ്ങനെ കൃത്യമായി പരിശോധിച്ച് കണ്ണി മുറിയാത്ത പരമ്പരയുണ്ടോ എന്നും
ആ പരമ്പരയിൽ പറയപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചവരായിരുന്നോ എന്നും അവരുടെ അധാർമികതകളൊന്നും കടന്നു വരാത്ത ജീവിതം നയിച്ച നീതിമാന്മാരായി അറിയപ്പെടുന്ന ആളുകളായിരുന്നോ എന്നുമൊക്കെ പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ ഇസ്ലാമിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ കൃത്യമായി തന്നെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. വേറെ മറ്റുള്ള ഒരു മതവിഭാഗങ്ങൾക്കും ആ കണിശതയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എഴുതപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ പുസ്തകങ്ങളൊക്കെ എത്രയേയുള്ളൂ? യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്തിന് ശേഷം ഒരു 5 ദശാബ്ദങ്ങളെങ്കിലും കഴിഞ്ഞാണ് ആ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത് തന്നെ. എത്രയോ കാലം കഴിഞ്ഞിട്ട് ഓരോരുത്തർ പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടും പലതൊക്കെ അങ്ങനെ കേട്ടിട്ടും എഴുതുകയാണ്. മാത്രല്ല, യേശുവിന്റെ ജീവചരിത്ര വിവരണങ്ങളായ സുവിശേഷങ്ങൾ എഴുതിയ ഒരാളും തന്നെ യേശുവിനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾക്ക് സാക്ഷികളാവുക പോലും ചെയ്തവരല്ല. നേരിട്ട് ശിഷ്യന്മാർ എഴുതിയതല്ല. ഇന്ന് മുസ്ലിം ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളൊക്കെ കേട്ടത് ആരിലൂടെയാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന് സാക്ഷ്യം വഹിച്ച മഹാരഥന്മാരായ സ്വഹാബത്തിലൂടെ. സഹാബികളാ കേൾക്കുക. സഹാബിയാണ് കേട്ടു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, സഹാബിയിൽ നിന്ന് ആര് കേട്ടു എന്ന് പരിശോധിക്കും. അതാ സനദ്. അത്ര കണിശമായാണ് ഇവിടെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാനാണ് ഞാനിത് വളരെ കൃത്യമായി എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. മാത്രല്ല, ഈ സുവിശേഷങ്ങളൊക്കെ രചിച്ചത് ആരാണെന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയുന്നില്ല. ഒക്കെ പലരിലേക്കും ചേർത്തി പറഞ്ഞതാണ്. അവർ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ചരിത്രം കൊണ്ട് തെളിയിക്കാനും കഴിയുന്നില്ല. മാത്രമല്ല, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഒന്നുപോലും ക്രിസ്തു ശിഷ്യന്മാരിൽ ആരെങ്കിലും എഴുതിയതാണെന്ന് സംശയരഹിതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടവരല്ല, ആ കാലത്ത് ജീവിച്ചവരല്ല. മാത്രമല്ല, യേശുവിന്റെ ജീവചരിത്രം എഴുതുന്നതിന് വേണ്ടി ശ്രമിച്ച സുവിശേഷ കർത്താക്കൾ തങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സുവിശേഷങ്ങൾ രചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരേ കാര്യത്തെപ്പറ്റി പറയുന്ന സുവിശേഷങ്ങൾ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. എന്താ? ഒന്നിനും തെളിവില്ല. ഓരോരുത്തരും ഊഹിച്ചും പറഞ്ഞിട്ടും അങ്ങനെ എഴുതാണ്. എന്നിട്ട് അതിനൊക്കെ ഒരു ദൈവിക പരിവേഷം കൊടുത്തു. ഇതൊക്കെ പുണ്യഗ്രന്ഥാണ്, പവിത്രാണ് എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ആ നിലക്ക് അവകാശപ്പെടാൻ അതിലൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ന് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളുടെ രചനക്കും പ്രചാരത്തിനും മുമ്പ് തന്നെ യേശുവിന്റെ ശിഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന ഏതോ ഒരു രേഖ നിലവിലുണ്ടായിരുന്നു എന്നാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നത്. ഏതോ ഒരു മുൻ രേഖ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് കാണാനില്ല. ചുരുക്കത്തിൽ പുതിയ നിയമ പുസ്തകങ്ങളെല്ലാം എഴുതപ്പെടുന്നതിന്റെ മുമ്പ് നിലനിന്നിരുന്ന യേശുവിന് അഥവാ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത യഥാർത്ഥത്തിലുള്ള ഇഞ്ചീൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഫീഹി ഹുദം വനൂർ എന്ന് പറഞ്ഞല്ലോ. അതിൽ സന്മാർഗ ദർശനമുണ്ട്, പ്രകാശധാരയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഖുർആൻ ഏതിനെയാ പറയുന്നത്? ഇവരുടെ കൈകളിലുള്ള ആ പുസ്തകത്തെയല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ചോ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത യഥാർത്ഥത്തിലുള്ള ഇഞ്ചീലിനെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്? ഫീഹി ഹുദൻ വനൂർ, അതിൽ മാർഗദർശനങ്ങളുണ്ട്, പ്രകാശമുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്ന് നിലവിലുള്ള അതിനെപ്പറ്റിയല്ല. അതെന്തിനാ അങ്ങനെ പറയുന്നറിയോ? മഞ്ചേരിയിൽ നിന്നൊക്കെ ചില ഫാദർമാർ ഇറക്കുന്ന ലഘുലേഖകളിൽ മർക്കസുൽ ബിഷാറ പോലെ പേരിട്ടിട്ടുള്ള ചില നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് തരുന്ന ചില ലഘുലേഖകളിൽ കാണാം പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് ഫൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹ്, ഇൻജീലിന്റെ ആളുകൾ അതിനനുസരിച്ച് ജീവിക്കട്ടെ, അതിനനുസരിച്ച് വിധിക്കട്ടെ എന്നൊക്കെ ഖുർആൻ പറയുന്നു. കണ്ടോ, ഞങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ബൈബിൾ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം, പിന്നെ എന്തിനാ നിങ്ങൾ അത് വേണ്ടാന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും അതിനെപ്പറ്റിയല്ല. ഖുർആൻ ഇഞ്ചീൽ എന്ന് പറയുന്നതൊന്നും ഇന്ന് നിലവിലുള്ള ഈ സംഗതിയെ അല്ല, അത് ലോകത്ത് കിട്ടാക്കനിയാണ്. അത് മാറ്റി തിരുത്തപ്പെട്ടു. പിന്നെ ഇന്ന് നിലവിലുള്ള കിതാബുകളെ കുറിച്ച് നമുക്ക് പറയാവുന്നത് എന്താണ്? അള്ളാഹു പറഞ്ഞ കാര്യം എന്താ? അള്ളാഹു പറഞ്ഞത് ഈ വേദക്കാർക്കുള്ള സ്വഭാവം അള്ളാഹു നിശിതമായി പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم
വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ, കിതാബുകൾ, പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കുന്നവർക്കാണ് നാശം. അല്ലാഹു പറയാണ്, ഇവരുടെ ഈ ചെയ്തിയെ കുറിച്ച് പറയാം. സ്വന്തം കൈകൾ കൊണ്ട് ബുക്കെഴുതിണ്ടാക്കി, ബുക്കെഴുതി ഉണ്ടാക്കിയിട്ട് സുമ്മ യഖൂലൂന, അവര് പറയുന്നു, ഹദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവിക പരിവേഷം ഇതിനുണ്ട്. ദൈവം സംസാരിച്ചു ഒന്നും അങ്ങനെ കിട്ടി എന്നുള്ള ഖുർആൻ പോലെ ഒന്നുമല്ല. ഇതൊക്കെ ദൈവികമായിട്ട് ഞങ്ങൾക്ക് വെളിപാടുണ്ടായതും അങ്ങനെ കിട്ടിയതും ഇങ്ങനെ കിട്ടിയതും കൃത്യാന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രത്യേകമായ ഭക്തിയുടെ പരിവേഷം ചാർത്തും അവർ. എന്തിനാൽ യശ്തറൂ ബിഹി സമനൻ ഖലീല, തുച്ഛമായ വിലക്കത് വിൽപ്പന നടത്താൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ പാടുണ്ടോ? ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കരങ്ങൾ എഴുതിയുണ്ടാക്കിയത് നിമിത്തം അവർക്ക് നാശം. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അത് മുഖേന അവർ സമ്പാദിച്ചുണ്ടാക്കുന്നതിലും അവർക്ക് നാശം. സൂറത്തുൽ ബഖറ 79-ാമത്തെ ആയത്ത്. ഇനിയും അവരുടെ ചെയ്തികൾ പറയാണ്. യഥാർത്ഥമായ വേദഗ്രന്ഥത്തെ അവരെന്താക്കി മാറ്റി? അവർ വക്രീകരിച്ചു, വളച്ചൊടിച്ചു, കൂട്ടിച്ചേർത്തു, പലതും ഒഴിവാക്കി. وَإِنَّ مِنْهُمْ لَفَرِيقًا يَلْوُونَ أَلْسِنَتَهُمْ بِالْكِتَابِ لِتَحْسَبُوهُ مِنَ الْكِتَابِ وَمَا هُوَ مِنَ الْكِتَابِ. وَإِنَّ مِنْهُمْ, അവരിൽ ഒരു വിഭാഗത്തിന്റെ പണി തന്നെ, يَلْوُونَ أَلْسِنَتَهُمْ بِالْكِتَابِ, വേദഗ്രന്ഥത്തിൽ അവരുടെ നാവുകൾ കൊണ്ട് വളച്ചൊടിക്കുന്നു. അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി, വിചാരിക്കാൻ വേണ്ടി. എന്നാൽ അത് ശരിയായ വേദഗ്രന്ഥത്തിൽ ഉള്ളതല്ല തന്നെ. അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞു കുറെ ചേർത്തുണ്ടാക്കിയിട്ടുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 78-ാമത്തെ ആയത്തിൽ അവരുടെ ഈ സ്വഭാവം അള്ളാഹു പറയുകയാണ്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല, വഇദ് അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു ഫനബദൂഹു വറാഅ ളുഹൂരിഹിം വഷ്തറൗ ബിഹി സമനൻ ഖലീലാ ഫബിഅസ മാ യഷ്തറൂൻ. ആലി ഇമ്രാൻ 187. എന്താ അവിടെ പറയുന്നത്? അള്ളാഹു ഈ വേദം നൽകപ്പെട്ട ഇവരോട് കരാറെടുത്തതാണ്. വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒന്നും പൂഴ്ത്തിവെക്കാതെ, ഒളിച്ചു വെക്കാതെ ജനങ്ങളോട് പറയണം. അത് കരാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ റബ്ബിമാരോട്, പുരോഹിതന്മാരോട്. അതവരുടെ ബാധ്യതയാണ്. വേദഗ്രന്ഥത്തിൽ, പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ നിന്ന് ഒന്നിനെയും പൂഴ്ത്തിവെക്കരുത്, മറച്ചു വെക്കരുത്, ഒളിച്ചു വെക്കരുത്. ലതുബയ്യിനുന്നഹു ലിന്നാസി, ജനങ്ങൾക്ക് നിങ്ങളത് വിവരിച്ചു കൊടുക്കണം എന്നാ അവരോട് പറഞ്ഞത്. പക്ഷേ ജൂത റബ്ബിമാരും പുരോഹിതന്മാരും ക്രൈസ്തവ പാതിരിമാരും കൂടെ എന്തു ചെയ്തു? ഫനബദൂഹു വറാഅ ളുഹൂരിഹിം, പിറകിലോട്ടാണ് വലിച്ചെറിഞ്ഞു. അവരുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും അവർ മൂടി വെച്ചു. നോക്കണം നിങ്ങൾ, പ്രത്യേകം ഇതിനൊരു പേരുണ്ടെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന അപ്പോക്രിഫകൾ എന്ന് നമ്മൾ പഠിച്ചു നോക്കേണ്ട ഒരു പേരാണ് അപ്പോക്രിഫ. എന്താ ഈ അപ്പോക്രിഫകൾ എന്ന് പറഞ്ഞാൽ? അപ്പോക്രിഫകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. പൂഴ്ത്തിവെക്കപ്പെട്ടവനാ അതിന്റെ അർത്ഥം. കുറെ എണ്ണം ഇവിടുന്ന് പൂഴ്ത്തിവെച്ചു. പുതിയ നിയമത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പുതിയ നിയമത്തിലുള്ള പലതും പിന്നീട് ഒരുപാട് എടുത്ത് ഒഴിവാക്കി. കുറേയേറെ ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നീക്കം ചെയ്ത് ജനങ്ങൾ അതിൽ പറഞ്ഞ ചിലതൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടാവില്ല. അവർ പറയുന്നവർ മുഴുവൻ എതിരുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അപ്പോക്രിഫകൾ, പൂഴ്ത്തിവെക്കപ്പെട്ടവ എന്ന പേരിൽ. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് അത് തുടരുകയാണ്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അവയൊക്കെ കണ്ടാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് അവയിൽ ഉള്ളത് എന്നതിനാൽ തന്നെയാണ് പുറത്തു നിർത്തിയിട്ടുള്ളത്. പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ശരിയായ ദൈവിക ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് ഇന്ന് അറിയണമെങ്കിൽ ആ അപ്പോക്രിഫകൾ കൂടി ഇന്നുള്ള സുവിശേഷ പുസ്തകങ്ങളുമായിട്ടൊരു താരതമ്യ പഠനം നടത്താൻ കിട്ടണം. ഇനി കിട്ടൂല. അത് മൂടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആരെടുത്താന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ലോകത്തതില്ല, ഒഴിവായി പോയി. കാരണം എന്താ? അതിൽ ചിലപ്പോ ഇഞ്ചീലിൽ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ നിലനിൽക്കുന്നുണ്ടാകും. പക്ഷെ ഇവർക്ക് പറ്റാത്ത പലതും നീക്കി. പക്ഷെ എന്നിട്ടും അത്ഭുതം എന്താണെന്നറിയോ? സാധാരണ നമ്മൾ പറയാറുണ്ട്, ഏത് കള്ളൻ എന്ത് കളവ് നടത്തിയാലും എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഇട്ടുപോകുന്നു.
സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഏത് കേസിന്റെ തെളിയിക്ക് ചിലപ്പോൾ വിരലടയാളം, ചിലപ്പോൾ ഒരു മുടി, അല്ലെങ്കിൽ ആളൊരു നഖം, അല്ലെങ്കിൽ ആളൊരു ബ്ലഡിന്റെ ഒരു തുള്ളി, ഇങ്ങനെ എന്തെങ്കിലും ഒന്നോടെ ബാക്കിയേക്കെന്ന് പറയുന്നത്. എന്ത് കൈക്രിയകൾക്ക് വിധേയമാക്കിയാലും കുറച്ചൊക്കെ പിന്നെയും അവിടെ ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. എന്നിട്ട് അതിനെ പിന്നെ അവരാങ്ങളാ പറയണം അതൊന്നല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കാൻ മെനക്കെടുക എന്നുള്ളതല്ലാതെ അതൊക്കെ ഇപ്പോഴും അതിലിങ്ങനെ പിന്നെയും അവിടെയായിട്ട് നിലനിൽക്കുന്ന ചില ശകലങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചിലത് ഇനി നമുക്ക് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇവിടെയാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. അള്ളാഹു ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്താ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹുവിന്റെ പക്കൽ നിന്നല്ലായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ, ഖുർആനെ പറ്റി അല്ലാഹു പറഞ്ഞതാണ്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നല്ലായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അതിൽ അവർ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ ഖുർആനിൽ എന്താ വൈരുദ്ധ്യം കാണാത്തത്? അത് അല്ലാഹു ഇറക്കിയതാണ്. എന്താ ഈ സുവിശേഷങ്ങൾ 4 ആൾ എഴുതിയത് നിലനിൽക്കുമ്പോഴും 41 അഭിപ്രായങ്ങൾ പലതും കാണുന്നത് എന്താ? അവരുടെ കരം കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണ്. അതന്നെ അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ രൂപത്തിലുള്ള പല കാരണങ്ങളാൽ എല്ലാ അർത്ഥത്തിലും ഇന്ന് അള്ളാഹുവിന്റെ റസൂലായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചീൽ എന്ന് പറയുന്നത് ആ ഒരു രൂപത്തിലുള്ള ഒരു ഗ്രന്ഥം ലോകത്തിന് നിലവിലില്ല. പരിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി അത് മൻസൂഖായി. എന്നാൽ ഇന്ന് നിലവിൽ നമുക്ക് ബഹുമാനിക്കപ്പെടേണ്ടുന്ന ഒരു ഇഞ്ചീൽ എവിടെയെങ്കിലും ഉണ്ടോ? അതാണോ ഇന്നത്തെ ബൈബിൾ? അല്ലേ അല്ല. അത് നമ്മൾ വളരെ കൃത്യവും കണിശവുമായി വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇനി സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദൂതന്മാര് പഠിപ്പിച്ച ഇസ്ലാമികമായ ആദർശത്തിലേക്ക്, ശുദ്ധമായ തൗഹീദിലേക്ക് തന്നെയാണ് ജനങ്ങളെ ക്ഷണിച്ചത് എന്ന്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഒരു ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലക്ക് മനസ്സിലാക്കി തരാൻ ആർക്കും സാധ്യമല്ലാതെ ഇന്നും ഒരു ഉട്ടോപ്യയായി, അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഒരു സമസ്യയായി, എന്താ അതിനെ കുറിച്ച് പറയേണ്ടത്, മനസ്സിലാകാത്തൊരു വിഷയമായിട്ട് ഇന്നും നടക്കണ ഈ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേകത്വം. ഈസ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതല്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചതല്ല. ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅ്ബുദൂഹ്. എന്റെയും നിങ്ങളുടെയും യജമാനനായ റബ്ബ് അവൻ അല്ലാഹു, അവൻ എന്റെയും നിങ്ങളുടെയും യജമാനനാണ്. ഫഅ്ബുദൂഹു, ആകയാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുവീൻ. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാണ് പഠിപ്പിച്ചത്. നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ചോദ്യത്തിലും മഹാനവറുകൾ നൽകുന്ന മറുപടി ഇതായിരിക്കുമെന്ന് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 116, 117 ആയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. അല്ലാഹു പറയുന്ന സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ, അഅൻത ഖുൽത ലിന്നാസി, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ, ഇത്തഖിദൂനി, നിങ്ങൾ എന്നെയും വ ഉമ്മിയ, എന്റെ മാതാവിനെയും സ്വീകരിക്കുവീനെന്ന്, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേയുള്ള ആരാധ്യരായി നിങ്ങൾ എന്നെയും എന്റെ ഉമ്മയെയും സ്വീകരിക്കണേ എന്ന് ഈസാ നീ എങ്ങാനും ജനങ്ങളോട് കൽപ്പിച്ചിരുന്നുവോ, പറഞ്ഞിരുന്നുവോ? അല്ലാഹു നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും. ആ സമയത്ത് ഈസ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, സുബ്ഹാനക്, നീ മഹാപരിശുദ്ധൻ, നീ എത്ര പരിശുദ്ധനാണ്.
മാ യകൂനു ലീ അൻ നഖൂല മാ ലൈസ ലീ ബിഹഖ്, സത്യമല്ലാത്തതൊന്നും പറയാൻ എനിക്ക് പറ്റില്ലല്ലോ റബ്ബേ, ഞാനത് പറയില്ലല്ലോ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്കറിയാവുന്നതാണല്ലോ. കാരണം തഅലമു മാ ഫീ നഫ്സി, എന്നിലുള്ള കാര്യങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ. വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്നിലുള്ളതൊന്നും എനിക്ക് അറിയാനും കഴിയില്ലല്ലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, സർവദൃശ്യങ്ങളെയും നന്നായി അറിയുന്നവൻ നീ മാത്രമാണല്ലോ. വീണ്ടും അദ്ദേഹം റബ്ബിനോട് പറയാണ്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടേയില്ല, ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്തെന്ന് പറയാനാണോ എന്നോട് കൽപ്പിച്ചതെങ്കിൽ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതെന്തായിരുന്നു? അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ അല്ലാഹുവോട് പറയും, വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരിക്കെ ഞാൻ ഇതിന് സാക്ഷിയായിരുന്നു. എന്നാൽ ഫലമ്മാ തവഫൈതനി, നീ എന്നെ പരിപൂർണമായി നിന്നിലേക്ക് ഏറ്റെടുത്തതിന്റെ ശേഷം കുന്ത അൻത റഖീബ അലൈഹിം, നീ ആയിരുന്നല്ലോ അവരിലെ എല്ലാം നിരീക്ഷിക്കുന്ന നാഥൻ. വ അൻത അലാ കുല്ലി ശൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയായവനും നീയാണല്ലോ, എനിക്കറിയില്ലല്ലോ, നിനക്കല്ലേ എല്ലാം അറിയുക എന്ന് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, മാറ്റിത്തിരുത്തലുകൾ ഒരുപാട് വരുത്തിയിട്ടും ക്രിസ്ത്യാനികളാണ്, സത്യക്രിസ്ത്യാനികളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മഹാരഥനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഈ തത്വത്തെ പറ്റെ മാറ്റിവെച്ചിട്ട് ഈ ഉപദേശത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് അവരിപ്പോഴും അവകാശപ്പെടുകയാണ്, ഞങ്ങളാണ് ശരിയായി യേശുവിനെ സ്നേഹിക്കുന്ന സത്യക്രിസ്ത്യാനികളിൽ നിന്ന്. വാസ്തവത്തിൽ മാറ്റത്തിരുത്തലുകൾ പലതും നടത്തിയിട്ടും നിങ്ങളാ ഉദ്ദേശിച്ചതൊന്നുമല്ല അതിന്റെ അർത്ഥം എന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും സുവിശേഷങ്ങളിലൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല, എന്നോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന പിതാവ് എന്ന് പറഞ്ഞാരാ? ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന കരുണാവാരിധിയായ റബ്ബായ അല്ലാഹ്. അപ്പൊ അള്ളാനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സുവിശേഷത്തിൽ തന്നെ ഇപ്പോഴും തെളിഞ്ഞു കിടക്കുകയാണ്. ആലോചിച്ചു നോക്കണം. ഇതിനൊക്കെ മാറ്റിത്തിരുത്തലുകളും ദുർവ്യാഖ്യാനങ്ങളും നൽകിയിട്ട് പിന്നെയും യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നിന്റെ കോലത്തിലും നിങ്ങൾ ഒരു പ്രതിമ സ്ഥാപിക്കരുത് എന്ന് ഇന്നും ബൈബിളിൽ കിടക്കുകയാണ്. എന്നിട്ട് അൾത്താരയിൽ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രതിമകളും ഇല്ലാത്ത സ്ഥലങ്ങൾ എവിടെയാ ഉള്ളത്? മാറ്റങ്ങൾ ഇങ്ങനെ വരികയാണ്. നബിമാര് പഠിപ്പിച്ച തത്വങ്ങളിൽ നിന്ന് സമൂഹം മാറുകയാണ്. ഈ സമൂഹത്തോടും അല്ലാഹു തആല പറഞ്ഞില്ലേ, വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും ഫത്വാല അലൈഹിമുൽ അമദു, വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾ അങ്ങനെ ആയി പോയരുത്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാര് ആ നബി ജീവിച്ച കാലഘട്ടം കുറെ പിന്നിട്ട് കഴിഞ്ഞപ്പോ അവര് പഠിപ്പിച്ച തത്വങ്ങളിൽ നിന്നൊക്കെ വഴിമാറിപ്പോയിട്ട് ഹൃദയമൊക്കെ കടുത്തുറച്ച് അവര് പറ്റ ഫാസിക്കീങ്ങളായി പോയി. അതുപോലെ ആവാതിരിക്കാൻ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സമയായില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. വളരെ ഗൗരവമാണ്. ഒരു നബിയാണ് ഒരു തത്വം പഠിപ്പിച്ച് കുറെ കാലം കഴിഞ്ഞാണ് പോകുമ്പോഴേക്ക് പിന്നെ ആ നബി പഠിപ്പിച്ച തത്വം ലോകത്തുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും സ്വീകരിക്കുന്നതും തമ്മിലൊരു ബന്ധമില്ലാതെ മാറുകയാണ്. ഇത് ഖുർആന്റെ അനുയായികൾക്ക്, നബിസങ്ങളുടെ അനുയായികൾക്ക് പറ്റരുതെന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ ഈ സമൂഹത്തോട് അവരുടെ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ അത് വിട്ടുപോകരുത്. നമ്മളോട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞ് നമ്മൾ ആമീൻ പറയുന്നില്ല നിസ്കാരത്തില്. അവരുടെ ആ ചെയ്തികളൊന്നും ഞങ്ങളടുത്ത് ഉണ്ടാവരുത്, ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പെട്ടുപോകരുതേന്നാണ് നമ്മൾ അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ആമീൻ എന്ന് നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരു സമൂഹത്തിന് പറ്റിയ അബദ്ധങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത്.
ഒരു സമൂഹം ചെന്ന് ചാടിയ അധോഗതിയാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. നമുക്കത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പ്രമാണങ്ങളെ കുറിച്ചുള്ള ശരിക്കുള്ള പഠനങ്ങൾ നടക്കണം. അമ്പിയാക്കൾ പഠിപ്പിച്ച ആ പാതയിൽ നിന്ന് ഒരു കാലത്തും വഴിതെന്നിപ്പോകാൻ പാടില്ല. വഴിതെന്നിപ്പോയാൽ അവരും ലാല്യങ്ങളായതുപോലെ മഗ്ദൂബീങ്ങളായതുപോലെ നമ്മളും മഗ്ദൂബീങ്ങളും ലാല്യങ്ങളുമായി അധപ്പതിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തും എന്തായിരുന്നു? സർവ്വലോക പരിപാലകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നതായിരുന്നു. തീർന്നില്ല. ആ പ്രവാചകൻ സമൂഹത്തോട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ആ സമൂഹത്തിൽ തന്നെയും ആളുകൾ, അന്ന് തന്നെയും ധിക്കാരികളായ കുറെ ആളുകൾ ഉണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരുനാവിനാൽ അവർ ശപിക്കപ്പെട്ടവരായി എന്നാ ഖുർആൻ പറയുന്നത്. ശപിക്കപ്പെട്ടവരായി. ശപിക്കപ്പെടാനുണ്ടായ നിമിത്തവും നമ്മൾ കേൾക്കണം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. സൂറത്തുൽ മാഇദ 79-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു അവിടെ പറയുന്നത്? ബനൂ ഇസ്രായേലരിൽ, അഥവാ ബനൂ ഇസ്രായേലരിലേക്കാണല്ലോ ഈ നബിമാരൊക്കെ വന്നത്. മൂസാ നബിയും ഈസാ നബിയും ദാവൂദ് നബിയും ഒക്കെ വന്നത് അവരിലേക്കാണല്ലോ. ഇസ്രായേൽ മക്കളിലെ നിഷേധികൾ അഭിശപ്തരായി ശപിക്കപ്പെട്ടു. ആരിലൂടെ? അലാ ലിസാനി ദാവൂദ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തിരുനാവിലൂടെയും വഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ തിരുനാവിലൂടെയും ഇസ്രായേൽ മക്കൾ ശപിക്കപ്പെട്ടു. എന്തിനാ അവരെ ശപിച്ചത്? ഈസാ നബി എന്തിനാ ഈസാ നബി അലൈഹിസ്സലാം അവരെ ശപിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് പറയുന്ന കാരണങ്ങൾ നമ്മളിലും ഉണ്ടായാൽ നമ്മളും ശാപത്തിന് ഹേതുവായി ശപിക്കപ്പെട്ട ആളുകളായി മാറും. കേട്ടോളൂ. ദാലിക, അത് എന്തുകൊണ്ട്? ബിമാ അസൗ, അവർ അനുസരണക്കേട് കാണിച്ചതിനാൽ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ തത്വങ്ങളെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഈസാ നബിയുടെ നാവിലൂടെ അവർ ശപിക്കപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിക തത്വങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് നമ്മളും അനുസരണക്കേട് കാണിച്ചാൽ നമ്മളും ശപിക്കപ്പെടും എന്ന് പാഠം ഉൾക്കൊള്ളണം. തീർന്നില്ല. വകാനൂ യഅ്തദൂൻ, അവർ അതിര് കവിയുന്നവരുമായിരുന്നു. അല്ലാഹ് നിശ്ചയിച്ച അതിർത്തി ലംഘിക്കുന്നവരായിരുന്നു. ഇസ്ലാമികമായി ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഒരു ഹദ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർത്തി വിട്ടുകിടക്കാൻ പാടില്ല. ഇവർക്ക് ശപിക്കപ്പെടാൻ എന്താ കാരണം? അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത, ഈസാ നബി അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ചു കൊടുത്ത അതിർത്തികളെ അവർ ഭേദിച്ചു, ലംഘിച്ചു. കണ്ടോ? ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. 2. ഇനി പറയുന്നത് കേട്ടോ, വളരെ ഗുരുതരമായ മറ്റൊരു പാപം. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. കാനൂ, അവരായിരുന്നു, ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ ചെയ്ത ദുരാചാരത്തെ കുറിച്ച് അവർ പരസ്പരം വിരോധിക്കാറില്ലായിരുന്നു. അവർക്കിടയിൽ കാണുന്ന ദുരാചാരത്തെ കുറിച്ച് അവർ വിരോധിക്കൂല. എന്താ പറഞ്ഞത്? ദഅവത്ത് നടത്തൂലായിരുന്നു, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാറില്ലായിരുന്നു. ശാപത്തിന് കാരണം പറയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബിയുടെ ഒക്കെ നാവിലൂടെ ഒരു സമൂഹം ശപിക്കപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്നാണ്? കാനൂ ലാ യതനാഹൗന, അവർ വിരോധിക്കാറില്ലായിരുന്നു, അവർ തടയാറില്ലായിരുന്നു. അൻ മുൻകരിൻ ഫഅലൂഹു, ആ സമൂഹം ചെയ്തുകൊണ്ടിരുന്ന ദുരാചാരത്തെ അവർ പരസ്പരം വിരോധിക്കാറില്ലായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇന്ന അവ്വല മാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ കടന്നുകൂടിയ ഒന്നാമത്തെ ന്യൂനത കടന്നു വന്നത് എങ്ങനെയാ? അന്നഹു കാന റജുൽ യൽഖ റജുല ഫയഖൂലു, തിന്മ ചെയ്യുന്ന ആളുകളെ, ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യമൊക്കെ അയാളോട് പറയും, യാ ഹാദാ ഇത്തഖില്ലാ, ഏ മനുഷ്യ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടൂ.
വദഅ മാ തസ്നഉ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി ഒഴിവാക്കൂ. ഫഇന്നഹു ലാ യഹില്ലു ലക, ഇത് അല്ലാഹു അനുവദിച്ചതല്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് ആദ്യമൊക്കെ പറയും. മനസ്സിലാക്കണം, ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങള്, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോ ആ സമൂഹത്തിലുള്ള നല്ലവരെന്ന് പറയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉപദേശിക്കാറുണ്ട്. യാ ഹാദാ ഇത്തഖില്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വദഅ മാ തസ്നഉ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെയ്തികൾ ഒഴിവാക്കൂ. ഫഇന്നഹു ലാ യഹില്ലു ലക, ഇതൊന്നും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല, അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യല്ലേ എന്ന് പറയും. തീർന്നില്ല, പിന്നെയോ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. സുമ്മ യൽഖാഹു മിനൽ ഗദി, പിന്നെയും ഈ തെറ്റുകൾ ആളുകൾ ചെയ്യുന്നത് ഈ മനുഷ്യന്മാര് ഉപദേശികൾ കാണും. എപ്പോ? മിനൽ ഗദി, നാളെയും ഈ തെറ്റാവർത്തിക്കുന്നത് ഈ ഉപദേശികൾ കാണുന്നു. വഹുവ അലാ ഹാലിഹി, ഈ തിന്മ തന്നെ ആവർത്തിക്കുന്നത് ഈ ആളുകൾ കണ്ടാൽ പിന്നെ അവരെന്ത് ചെയ്യൂല? അവരോട് പിന്നെ ഉപദേശിക്കൊന്നുമില്ല. പിന്നെ അവര് ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് വരുവാണ് കൂടി കൊടുക്കും. ആ തെറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്, നോക്കണം. ഫലാ യംനഉഹു ദാലിക അൻ യകൂന അകീലഹു വശരീബഹു വഖഈദഹു, ആ തെറ്റുകൾ ചെയ്യുന്ന ആളുകളോട് ആ തിന്മകളെ അവർ എതിർത്തിരുന്നു, എന്നിട്ട് അവർ ആ തിന്മ ഒഴിവാക്കിയില്ല. എന്നിട്ട് അങ്ങനത്തെ തെമ്മാടികളുടെ കൂടെ തന്നെ പിന്നെ ഈ ഉപദേശികളായ ആളുകൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ ഇരിക്കും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവരുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാകും. പിന്നെ ഇവരും ദഅവത്താണ് നിർത്തിവെക്കും. കുറച്ചൊക്കെ പറഞ്ഞു നോക്കി, കേൾക്കണില്ല, അവരോട് കൂടി കൊടുത്തു. ഇങ്ങനെ സംഭവിച്ചപ്പോ ഫലമ്മാ ഫഅലൂ ദാലിക, ഇപ്രകാരം അവർ ചെയ്തപ്പോൾ ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദിൻ, അവരിൽ ചിലരുടെ ഹൃദയങ്ങളെ ചിലർ ഹൃദയം കൊണ്ട് അടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ശാപമുണ്ടായി, ശാപത്തിന് കാരണമായി എന്നർത്ഥം. എന്തുണ്ടായത്? സമൂഹത്തിൽ തിന്മ കണ്ടപ്പോ ആദ്യമൊക്കെ അവരെ എതിർത്തു, പിന്നെ അതിനെപ്പറ്റി മിണ്ടാതായി. ഇസ്ലാമിക ദഅവത്ത് സമൂഹത്തിൽ നിന്ന് എടുത്തു പോകുമ്പോ എല്ലാരും കുറ്റക്കാരാകും. തെറ്റ് ചെയ്യുന്നവര് മാത്രല്ല, ആ തെറ്റ് ചെയ്യുന്ന ആളുകളോട് വിരോധിക്കാത്ത, അതിനെ എതിർക്കാത്തവരും കുറ്റക്കാരായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചുകൊണ്ട് പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലതഅമുറുന്ന ബിൽ മഅറൂഫ്, ജനങ്ങളെ നിങ്ങൾ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ് നമ്മളോട്. ലതഅമുറുന്ന ബിൽ മഅറൂഫി, നിങ്ങൾ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക തന്നെ ചെയ്യണം. വലതൻഹൗന അനിൽ മുൻകരി, ദുരാചാരത്തെ തൊട്ട് നിങ്ങൾ തടയുക തന്നെ വേണം, നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി. ഔ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ലയൂഷികന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ അവൻ നിങ്ങളിലേക്ക് അയക്കും. പൊതുശിക്ഷ ഇറങ്ങും. ആ ശിക്ഷ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുമ്മ തദഉനഹു, അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെടൂല. ഉത്തരം കിട്ടൂല എന്നാ പറയുന്നത്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതാവുന്നു. എന്ത്? ഇസ്ലാമിക ദഅവ രംഗത്ത് നിന്ന് നമ്മൾ പിന്മാറിയാൽ അല്ലാഹു ഇവിടെ സംഭവിപ്പിക്കുന്ന കാലൈബത്തുകൾ, പരീക്ഷണങ്ങൾ, ആ പരീക്ഷണം വന്നിട്ട് പിന്നെ അല്ലാഹ് രക്ഷപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം കിട്ടൂല. അപ്പൊ എത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ, അവരവരെ കൊണ്ട് കഴിയുന്ന നിലക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കലും ഇസ്ലാമിക ദഅവത്ത് നടത്തലും എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഈ ഹദീസ് വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞു, അല്ലാഹ് ശിക്ഷ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, ആ ശിക്ഷ ഒന്നുകിൽ നമ്മുടെ ധനത്തിലാവാം. ഓരോ വ്യക്തിക്കും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളാവാം, മാരകമായ രോഗങ്ങളാലാവാം. നമ്മൾ ദഅവത്ത് നിർത്തിവെച്ചതിന് കിട്ടുന്ന പരീക്ഷണങ്ങൾ ഒന്നുകിൽ ധനത്തിലാവാം, അല്ലെങ്കിൽ രോഗങ്ങളാലാവാം, ശാരീരികമായിട്ടാവാം, അല്ലെങ്കിൽ മരണസംഖ്യ മൂലമാവാം, മരണാധിക്യം മൂലമാവാം. അതല്ലെങ്കിൽ ഇനി കേട്ടോളൂ, ശത്രുവിന്റെ അധികാരം വാഴലിലൂടെയും ആവാം. പ്രജകളോട് കരുണ കാണിക്കാത്ത ദുർഭരണാധികാരികൾ രംഗത്ത് വന്നുകൊണ്ട് അടിച്ചമർത്തിയിട്ട് അവരെ പീഡിപ്പിക്കുന്ന ഭരണകൂടങ്ങൾ വന്നുകൊണ്ടായിരിക്കാം. നിങ്ങൾ പിന്നെ അവർക്കെതിരെ ദുആ ചെയ്തിട്ടൊന്നും ഉത്തരം കിട്ടൂല.
ഇനി അതല്ലെങ്കിൽ ഭൂകമ്പത്തിലൂടെയോ പ്രളയത്തിലൂടെയോ വറുതിയിലൂടെയോ കടുത്ത ക്ഷാമത്തിലൂടെയോ ഒക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെയുമാവാം. ഇതൊക്കെ വന്ന ശേഷം ദുആ കൊണ്ടും ഫലമില്ലാതാവുന്നു. അപ്പൊ എത്ര ഗൗരവമാണ് സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എപ്പോഴും ഇത് ആവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഓരോരുത്തരും ഞാൻ എൻ്റെ കാര്യം നോക്കണം, നമ്മൾ ഓരോരുത്തരും നോക്കണം. എല്ലാവരും വാഴ്ന്നു പറയണം, ലേഖനം എഴുതണം എന്നൊന്നുമല്ല ഈ പറയുന്നത്. അതൊന്നും എല്ലാവർക്കും കഴിയില്ല. അതിനേക്കാളൊക്കെ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. വ്യക്തിഗതമായ സംസാരങ്ങൾ, ആളുകളുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ, ഫോണിലൂടെ മെസ്സേജിലൂടെ നമുക്ക് കിട്ടുന്ന അള്ളാന്റെ ദീന് മനസ്സിലാക്കാത്ത എത്രായിരം ജനങ്ങളുണ്ട് ചുറ്റും. എന്തെങ്കിലും ഒന്ന് അള്ളാന്റെ ദീനിനെ കുറിച്ച് പറയാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് സുഹൃത്തുക്കളെ. ശിക്ഷ വരുന്ന അല്ലാഹു തആല പറയുന്നത്. ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, ശപിക്കപ്പെടാനുണ്ടായ കാരണം പറഞ്ഞ എന്താണ്? സമൂഹത്തിൽ കാണുന്ന ദുരാചാരങ്ങൾക്കെതിരെ അവർ പരസ്പരം എതിർക്കാതെയും അതിനെ ആ രൂപത്തിൽ വേണ്ട രൂപത്തിൽ അതിനെ സമൂഹത്തോട് ഉപദേശിച്ചു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെയും അവരായി എന്നാണ്. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് ലബീസ മാ കാനൂ യഫ്അലൂന, അവർ ചെയ്ത ചെയ്തി എത്ര മോശമാണ്. അതുകൊണ്ടാണ് ഗൗരവത്തോടുകൂടെ സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തോട് പഠിപ്പിച്ചു, അപ്പോ നിങ്ങൾ എന്നെ അനുസരിക്കണം, അള്ളാഹുവിനെ അനുസരിക്കണം, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ഒക്കെ ഗൗരവതരമായ ഉത്ബോധനങ്ങൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുകയുണ്ടായി. ബൈബിളിൽ അങ്ങിങ്ങായി നരകത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പറയുന്ന പരാമർശങ്ങൾ കിടക്കുകയാണ്. പല ഉദാഹരണങ്ങളിലൂടെ ദുന്യാവ് മാത്രം വെട്ടിപ്പിടിച്ച് ആഖിറത്തിലേക്ക് വേണ്ടി മാത്രം ഒന്നും സമ്പാദിക്കാതെ ദുന്യാവിന്റെ പൂജകരായി കഴിഞ്ഞുകൂടുന്നതിനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വിമർശിച്ചതായുള്ള വാചകങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കും, കള്ളന്മാർ അത് കൊണ്ടുപോകും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാനില്ല, കള്ളന്മാര് മോഷ്ടിക്കാനുമില്ല. ഇന്നും നിലവിലുള്ള ബൈബിളിലെ വാചകങ്ങളാണ്. മാത്രമല്ല എത്രത്തോളം പറഞ്ഞു, പാപം ചെയ്യരുത്, പാപം ചെയ്യാൻ നിന്റെ അവയവങ്ങൾ കാരണമായാൽ ആ അവയവങ്ങൾ ഇല്ലാതെ ജീവിക്കലാ നിനക്ക് നല്ലത് എന്നുള്ള വാചകങ്ങൾ വരെ നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൽ കാണുന്ന ചില വചനങ്ങൾ, നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണമാകുന്നുവെങ്കിൽ അത് നീ വെട്ടിക്കളയുക. ഇരു കൈകളുമായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഭേദം വികലാംഗനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. പാപം ചെയ്യാൻ നിന്റെ കാല് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. രണ്ട് കാലുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ ഭേദം മുടന്തനായി ജീവനിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നീ പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഭേദം ഒറ്റക്കണ്ണുമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. എത്രത്തോളമാണ് പാപം ചെയ്യുന്നതിന്, പലിശക്കെതിരെ, വ്യഭിചാരത്തിനെതിരെ ഒക്കല്ലേ, അതൊക്കെ അതിൽ കിടപ്പുണ്ട്. ഇന്നും വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരാളെ കാണിക്കാൻ വേണ്ടി ആവരുത്. റിയാ ഉണ്ടല്ലോ, റിയാ, ആളെ കാണിക്കാൻ വേണ്ടി. ഇഖ്ലാസ് വേണമെന്ന് പറഞ്ഞില്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന റിയാഇനെതിരെ, ആ റിയാ ഉണ്ടാകാൻ പാടില്ല, ഇഖ്ലാസ് വേണം എന്ന് പറയുന്ന വാചകങ്ങൾ ഇന്നും അതിൽ കിടപ്പ്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തന്നോളും. കൃത്യമായ വചനങ്ങൾ. കൊല്ലരുതെന്ന കൽപ്പന, വ്യഭിചരിക്കരുതെന്ന കൽപ്പന. വ്യഭിചാരം മാത്രല്ല, വ്യഭിചാരത്തോട് അടുക്കുന്ന കവാടങ്ങൾ വരെ പാപമായിട്ട് പറഞ്ഞു. മനസ്സിലാക്കണം. അതും ഇന്നത്തെ ക്രിസ്ത്യൻ ലോകമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു അന്യ സ്ത്രീയെ ആസക്തിയോടുകൂടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവരുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നാ പറഞ്ഞൊരു സുവിശേഷം. ഒരു അന്യ സ്ത്രീയെ മോഹത്തോടുകൂടെ നോക്കിയാൽ തന്നെ ഹൃദയത്തിൽ അവൻ എന്ത് ചെയ്തു കഴിഞ്ഞു? ആ പെണ്ണുമായി വ്യഭിചരിച്ചു കഴിഞ്ഞു. പലിശക്കെതിരെ ശക്തമായ വാചകങ്ങൾ. പക്ഷേ ക്രൈസ്തവ ലോകം മുഴുവനും പലിശയുടെ വക്താക്കളാണ്. അവർക്കെന്നതൊരു തെറ്റല്ല.
അവർക്കതൊരു തെറ്റല്ല. എല്ലാം മാറ്റി വാക്കിലിഹിമുർ റിബ, ഖുർആൻ പറഞ്ഞില്ലേ, ശപിക്കപ്പെടാനുണ്ടായ കാരണം പലിശ തിന്നു, അല്ലാഹു ഹറാമാക്കിയ പലതും ഹലാലാക്കി, അങ്ങനെ പലതും അവർ മാറ്റിമറിച്ചു. ഇതൊക്കെ ഒരു സമൂഹത്തിന് പറ്റിയ അപജയങ്ങളാണ്, അവരുടെ പരാജയത്തിന്റെ കാരണങ്ങളായിരുന്നു. സ്ത്രീകൾ വേഷം ധരിക്കുന്നതിനെ കുറിച്ച് പോലും എന്താ ബൈബിൾ പറയുന്നത്? സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. തട്ടിടുന്നില്ലെങ്കിൽ, മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളഞ്ഞോട്ടെ. ഇനി കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം വിട്ടുകൊള്ളട്ടെ. സ്വീകരിക്കുന്നുണ്ടോ? പുരുഷന്റെ വസ്ത്രം സ്ത്രീയും, സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവക്ക് വെറുപ്പാകുന്നു. ആവർത്തന പുസ്തകം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇനി വരാൻ പോകുന്നത്. ഞാനല്ല അന്ത്യപ്രവാചകൻ, ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേറെ ആള് വരും. അത്ഭുതകരമെന്ന് പറയട്ടെ, അതൊന്നും കിടപ്പല്ലേ. എന്നിട്ട് വേറെ ദുർവ്യാഖ്യാനിക്ക് നിങ്ങളാ പറയണ മുഹമ്മദ് നബി ഒന്നും അല്ല പറഞ്ഞത് എന്നിങ്ങനെ പറയാ അച്ഛന്മാരെന്നല്ലാതെ അതവിടെ കിടപ്പന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കള്ളൻ എന്ത് കട്ടാലും എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കി പോകുന്നു. പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത് എന്തിനാണ് പറഞ്ഞത്? وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِنْ بَعْدِي اسْمُهُ أَحْمَدُ. എന്തിനാണ് ഞാൻ വന്നത്? ഈസാ ഇബ്നു മറിയം പറഞ്ഞ സന്ദർഭവും നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ഓർക്കുക, എന്താണ് ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളോട് തന്നെ പറഞ്ഞത്? യാ ബനീ ഇസ്രായേലോ, ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവമാണെന്നോ അല്ല, ഞാൻ റസൂലാണ്. എങ്ങനത്തെ റസൂല്? മുൻകഴിഞ്ഞ നബിമാരൊക്കെ പഠിപ്പിച്ചതൊക്കെ കളവായിരുന്നു എന്ന് പറഞ്ഞ് നിഷേധിയായി വരുന്ന റസൂലല്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിലുള്ള ഈ തൗറാത്തിൽ പറയുന്നതൊക്കെ സത്യമാണ്, അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് അംഗീകരിക്കുന്ന നബിയാണ് ഞാൻ. ഇനി കഴിഞ്ഞതിന് മാത്രല്ല, ഇനി വരാനുള്ള ഒരാളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് എന്റെ നിയോഗം. വമുബശ്ശിറ, ഞാൻ സുവിശേഷകനാണ്, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് നിയോഗിക്കപ്പെട്ടത്. ആരെക്കുറിച്ച്? ബിറസൂൽ, ഒരു റസൂല് നിങ്ങൾക്ക് വരാനുണ്ട്. യഅ്തിയാ, റസൂല് വരും. മിൻ ബഅദി, എന്റെ ശേഷം ഒരു റസൂല് വരാനുണ്ട്. ഇസ്മുഹു, അദ്ദേഹത്തിന്റെ നാമം അഹ്മദ് എന്നായിരിക്കും. അതാണ് അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ എന്നല്ല പറഞ്ഞത്. ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്തിലും ഇൻജീലിലും പേര് പരാമർശിക്കപ്പെട്ട വ്യക്തിത്വമാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും എന്തൊക്കെ മാറ്റത്തിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബൈബിളിൽ കിടക്കുകയാണ്. കേട്ടോളൂ ചില വാചകങ്ങൾ. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ്, ഞാൻ പോകാതിരുന്നാൽ സഹായകൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാലേ വരേണ്ട ആള് വരുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനിയും പല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പലതും എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് വഹിപ്പാൻ സാധ്യമല്ല. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. ഇനി വരാനുള്ള ആളാണ് മുഴുവൻ പഠിപ്പിക്കാൻ വരുന്ന ആള്. ഞാൻ മുഴുവൻ പഠിപ്പിക്കാനുള്ള ആളല്ല. എനിക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്, എനിക്ക് ചില പരിധികളുണ്ട്. ഇനി വരാനുള്ള ആളോ അന്ത്യപ്രവാചകനാണ്. ഒന്നും ഇനി ബാക്കിയാക്കൂല, എല്ലാം പറയാനാണ് ഞാൻ പ്രവാചകൻ വരിക. ഒന്നും ബാക്കിയാക്കാതെ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല, ഞാൻ പൂർത്തിയാക്കിയിട്ടല്ല പോണത്. ആ നബിയിലൂടെയാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്. എന്ത് പറയാണ്? അൽയൗമ, അള്ളാഹു തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ആ പൂർത്തീകരണക്ക് ആ നബി വരും, അദ്ദേഹം വരും. അദ്ദേഹം വന്നാലോ എല്ലാ സത്യത്തിലേക്കും നിങ്ങളെ നയിക്കും. സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നതെന്തോ അതവൻ പറയും. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം സംസാരിക്കൂല, വഹയായിട്ട് കേട്ടതെന്തോ അത് മാത്രമേ അദ്ദേഹം പറയൂ. ഇവിടെ വാചകം എന്താണ്? സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നതെന്തോ അതവൻ പറയും.
വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം. വരാനിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് പ്രഖ്യാപിക്കും. ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന നാശവും എല്ലാം അറിഞ്ഞ സമൂഹം മനസ്സിലാക്കാണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ നബിയാണ് നിങ്ങളോട് പ്രഖ്യാപിക്കുക, ആ ദൂതനാണ് പ്രഖ്യാപിക്കുക. അയാൾ വരണമെങ്കിൽ ഞാൻ പോണം. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇന്ന് ലോകത്ത് എന്തേ ഇതൊന്നും കേൾക്കാത്തത്? എന്തേ ഇതൊന്നും പഠന വിധേയമാക്കപ്പെടാത്തത്? അതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനൊക്കെ പല വ്യാഖ്യാനങ്ങൾ നൽകാണ്. അതൊന്നും കൃത്യമായ രൂപത്തിൽ പലതും ഈ സമൂഹത്തിൽ ഇനി പൂഴ്ത്തിവെക്കപ്പെട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങളിലുള്ള പലതിനെക്കുറിച്ചും പണ്ഡിതന്മാര് പല കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നും ലോകത്ത് കിട്ടാല്ല, എല്ലാം മൂടിവെച്ചു. ഈ രൂപത്തിൽ വികൃതമാക്കി ഒരു സമുദായം, ആ വികൃതമാക്കപ്പെട്ട ശകലങ്ങളാണ് അവരുടെ കൈകളിൽ ഇന്നുള്ളത്. അതിന് ഒരു നിലക്കുമുള്ള ബഹുമാനത്തിന്റെയോ ആദരവിന്റെയോ ഒരംശം പോലും അതിനില്ല. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. പല ആൾക്കാരും വിചാരിച്ചത് നമ്മൾ ഖുർആൻ എന്നൊക്കെ പറയും പോലെയുള്ള അവർക്കുള്ള ഒരു ഗ്രന്ഥാണത്. ആ ഗ്രന്ഥം അതങ്ങനെ തന്നെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. ആ ഒറിജിനാലിറ്റി അതിലിങ്ങനെ ഉണ്ട്, കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും എന്നാണ്. ഒരിക്കലും അങ്ങനെ കരുതി പോകരുത്. അതും നിലവിലുള്ള ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച തത്വങ്ങളോട് യോജിച്ചു വരുന്നത് കാണുമ്പോൾ അത് ദൈവികമായിരിക്കാമെന്ന് നമുക്ക് പറയാമെന്നതല്ലാതെ അഹ്ലു കിതാബുകാർ ഉദ്ധരിക്കുന്ന കഥകളെ കുറിച്ച് മുസ്ലിം ലോകത്തിനൊരു തീരുമാനങ്ങളുണ്ട്. വേദക്കാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പല ചരിത്രങ്ങളും കഥകളും ഒക്കെ ഉണ്ടാകും. മുസ്ലിമീങ്ങൾ അതിനോട് സ്വീകരിക്കേണ്ട സമീപനമെന്ത്? മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹിമഹുല്ലാഹി അടക്കമുള്ള പലരും അവരുടെ തഫ്സീറുകളുടെ ആമുഖത്തിൽ പോലും ഇത് രേഖപ്പെടുത്തി. അത്തരത്തിലുള്ള പല വാർത്തകളും കഥകളും വേദക്കാരിൽ നിന്ന് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? പരിശുദ്ധ ഖുർആനുമായി യോജിച്ചു വരുന്നത് സ്വീകരിക്കാം, പരിശുദ്ധ ഖുർആനുമായി വിയോജിക്കുന്നത് തള്ളണം. ഖുർആനോട് യോജിക്കുന്നില്ല, നിരാകരിക്കുന്നില്ല, ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട. അവരുദ്ധരിക്കുന്ന റിപ്പോർട്ടുകളും അഹ്ലു കിതാബുകാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഇസ്രായേലിയാത്ത്, ഇസ്രായേലി കഥകൾ എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്നവയെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തിന്റെ നയം തന്നെയും അതാണ്. അപ്പൊ തെറ്റുപറ്റാത്ത നിലക്ക് തികച്ചും പരിശുദ്ധമായി ഗ്രന്ഥം ലോകത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥമേയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകള്, ആ ഹദീസുകളിൽ തന്നെ എല്ലാ നിലക്കുമുള്ള പരിശോധനകൾ നടന്ന് കുറ്റമറ്റ സംവിധാനങ്ങളോടെയാണ് അതിന്ന് ലോകത്ത് നിലനിർത്തുന്നത്. വിചാരിക്കുന്നവനൊക്കെ പറഞ്ഞാൽ അവനെ പിടികൂടും. സനത് പറയൂന്ന് പറയും, പരിശോധിക്കപ്പെടും. സനത് പരമ്പര ശരിക്ക് പരിശോധിക്കപ്പെടും. അത്ര വിശ്വസ്തമായ നിയമങ്ങളും വിശ്വാസ സംഹിതകളും ആചാര സംഹിതകളുമാണ് ഇസ്ലാമിലുള്ളത്. അതിൽ ഒരാളിന് സംശയിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഈമാൻ. അത് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ പിന്തുടർച്ചയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം. ഇനിയും സഹോദരങ്ങളെ, മഹാനായ ഈസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ആ ചരിത്രം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുവാൻ, സംശയരഹിതമായി തന്നെ നമ്മുടെ ഈമാൻ നിലനിൽക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ തൗഫീഖുകളും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യവും പഠനത്തിനുള്ള ഉത്സാഹവും അല്ലാഹു നമ്മിൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അന്ത്യം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.